ഗുജറാത്തിലെ കോടതിയിൽ നിന്നാണ് അനിതര സാധാരണമായ അപസർഗ കഥകൾ ഇപ്പോഴുള്ള വിധികൾ വരുന്നത്. ഈ അമർ ചിത്ര കഥകളിൽ വരുന്ന വിധിയാണിത്. കാരണം ഈ 1.5 മാസം മുമ്പാണ് ഇതേ ഗുജറാത്തിലെ ഒരു മജിസ്ട്രേറ്റ് കോടതി ഒരു പശു കടത്തിയെന്ന ഒരൊറ്റ ആരോപണത്തിന് പുറത്ത് 19 വയസ്സായിരുന്ന ഒരു ചെറുപ്പക്കാരന് ജീവപര്യന്തം ശിക്ഷിച്ചു കളഞ്ഞു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമിട്ട് കഴിഞ്ഞു. 29 പേജുള്ള വിധിന്യായത്തിൽ 20 പേജിലും ചാണകത്തിന്റെ ഔഷധ പ്രാധാന്യം, മൂത്രത്തിന്റെ ഔഷധ പ്രാധാന്യം പറഞ്ഞു. ഇയാളൊക്കെ എന്ത് ജഡിയാണ്. ഇപ്പത്തെ ഈ കേസ് നോക്കൂ. ഈ കേസ് കൊടുത്ത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് പ്രാഥമികമായി പ്രൈമാഫേസി കമന്റ് പറഞ്ഞ് മാറ്റിവെച്ച കേസാത്. ആ ജഡ്ജിയെ മാറ്റി എന്ത് ചെയ്തു? ഒരു എന്താ പറയാ ബിജെപിക്കാർ കൊണ്ടുവന്നൊരു ജഡ്ജി. ആ ജഡ്ജി എന്ത് ചെയ്യുന്നത് 2 കൊല്ലത്തേക്ക് ഞാൻ അങ്ങേക്ക് സമയം എന്ത് തോന്നിയാസം പറഞ്ഞാൽ സമ്മതിക്കില്ല. പാകിസ്ഥാനിലെ കോടതി പോലും കേട്ടോ. ഇന്ത്യയിലെ കോടതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലെ കോടതി പോലും കേട്ടോ. അതാണ് നല്ലത്. ഇന്ത്യൻ കോടതികളെ പറ്റി തമ്മാനത്തം പറയേണ്ട വേദിയല്ലത്. ന്യൂസ് 18 വരെ നാളെ ഉത്തരം പറയേണ്ടി വരും കോടതി ലക്ഷ്യത്തിൽ. എന്ത് തോന്നിയാസം പറയരുത്. നിങ്ങൾക്ക് എത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലെ കോടതി പോടും, അല്ലെ ചൈനയിലെ കോടതി പോടും, അല്ലെ അമേരിക്കയിലെ കോടതി പോടും. നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ അല്ലല്ല ഇത് നിങ്ങൾ അനാവശ്യം പറയുന്നത്. പോയി ചത്തുടടാ. ഒരു കാര്യമുണ്ട്, കോടതിയെ നമുക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല എന്ന് പറയാൻ നമുക്കാകുമോ? ജുഡീഷ്യറി അല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സംവിധാനം. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഷാഫി ചാലിയം അതുപോലെ തന്നെ 87-ലുമൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു നേതാവുണ്ടായിരുന്നു നയിക്കാൻ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ന് ആ കരുത്തുണ്ടോ? രാഹുൽ ഗാന്ധിയെ ഈ വയനാട്ടിലേക്ക് കൊണ്ടുവന്നിടത്താണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയത് എന്ന് CPM ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വയനാട്ടിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ ഒരു വലിയ പങ്ക് മുസ്ലിം ലീഗ് വഹിക്കുകയും ചെയ്തു. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന്, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്ന് രാഹുൽ അകന്നു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയ പാളിച്ച എന്നും അവർ വിലയിരുത്തുന്നു. ഷാഫി ചാലിയം പറയുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് മോദിയെ നേരിടാൻ ഉയർന്നു നിൽക്കാൻ കഴിയുമോ? ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. ഈ കോൺഗ്രസിന്റെ ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി തൊട്ട് എന്നും ഉത്തരേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കും. അതോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാറുണ്ട്. അത് കർണാടകയിലെ ചിക്കമംഗളൂർ, റായ്ബലേറി ഒക്കെ നമുക്കറിയാം. അതുപോലെ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന, UPA ഉയർത്തി കാണിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കുറെ കൂടി സേഫ് ആക്കാൻ വേണ്ടി 2ഇടത്ത് മത്സരിപ്പിക്കുന്ന പതിവ് ഇന്ന് തുടങ്ങിയതല്ല, കുറെ കാലമായി. അത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ വരുമ്പോൾ അതിനെ കൂടുതൽ സങ്കീർണവും വികലവും മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നത് BJP മാത്രമല്ല CPM ചെയ്തിട്ടുണ്ട്. അമേഠിയോടൊപ്പം കേരളത്തിലെ വളരെ സുരക്ഷിതമായ വയനാട് മത്സരിക്കുന്നതിൽ എന്താ അപാകതയുള്ളത്? ഒരു അപാകതയില്ല. അത് ആ രീതിയിൽ കണ്ടാൽ മതി. ഈ നരേന്ദ്രമോദി നയിക്കുന്ന BJP അങ്ങനെ തന്നെ പറയണം. വാജ്പേയിയും അഡ്വാനിയും നയിച്ച BJPയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും യോഗിയും ചേർന്ന് നയിക്കുന്ന BJP. വളരെ അഗ്രസീവായ രീതിയിലാണ് അവർ പൊളിറ്റിക്സിന് അമ്മാരി ധ്രുവീകരണം ഉണ്ടാക്കിയത്. BJP ഏറ്റവും കൂടുതൽ കക്ഷികളെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തുള്ള കക്ഷികൾ വ്യത്യസ്തമായ രീതിയിൽ നിന്ന് മത്സരിക്കാനാണ് അവർ കോടികൾ ചെലവിടുന്നത്. അതല്ലെങ്കിൽ അവർ ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പിന്തുണക്കണമെന്നില്ല, പക്ഷെ അപ്പുറത്ത് നിൽക്കാൻ പാടില്ല, നിങ്ങൾ വേറെ പോയി മത്സരിക്കണം, അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര പണം തരാം, ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. ഈ തന്ത്രങ്ങളാണ് ഉത്തരേന്ത്യയിൽ അവർ പയറ്റുന്നത്. രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ നേതൃരംഗത്തേക്ക് വരും, മുമ്പ് നമുക്കുണ്ടായ പോലത്തെ ഒരു സാഹചര്യം വരും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ വന്നാൽ തന്നെ ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല എന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറയുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എത്തിയിട്ടുണ്ട്. അവർക്കൊരു പിടിവാശിയും ഗാന്ധി കുടുംബത്തിനില്ല. അവർക്ക് പ്രധാനമന്ത്രി പദം അവരെ കയ്യിലുണ്ടായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ ഏൽപ്പിച്ച ഒരു പാർട്ടി, ഒരു കുടുംബമാണത്. അതൊക്കെ മനസ്സിലാക്കുക. 3 മോഡിമാർക്കെതിരെ പറഞ്ഞപ്പോൾ സമുദായം എന്നാണ് പറഞ്ഞത്. മോഡി എന്നൊരു സമുദായം തന്നെ ഇന്ത്യയിലില്ല, അതൊന്നും മനസ്സിലാക്കുക. 2 ഇതിൽ അപമാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അപമാനിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഒരു മോഡിമാരും കോടതിയിൽ പോയിട്ടില്ല. ഈ ഗുജറാത്തിലെ കോടതിയിൽ നിന്നാണ് അനിതര സാധാരണമായ അപസർഗ കഥകൾ ഇപ്പോഴുള്ള വിധികൾ വരുന്നത്. ഈ അമർ ചിത്ര കഥകളിൽ വരുന്ന വിധിയാണിത്. കാരണം ഈ 1.5 മാസം മുമ്പാണ് ഇതേ ഗുജറാത്തിലെ ഒരു മജിസ്ട്രേറ്റ് കോടതി ഒരു പശു കടത്തിയെന്ന ഒരൊറ്റ ആരോപണത്തിന് പുറത്ത്
19 വയസ്സായിരുന്ന ഒരു ചെറുപ്പക്കാരന് ജീവപര്യന്തം ശിക്ഷിച്ചു കളഞ്ഞു. 50 ലക്ഷം റുപ്യ നഷ്ടപരിഹാരമിട്ട് കഴിഞ്ഞു. 29 പേജുള്ള വിധിന്യായത്തിൽ 20 പേജിലും ചാണകത്തിന്റെ ഔഷധ പ്രാധാന്യം, മൂത്രത്തിന്റെ ഔഷധ പ്രാധാന്യം പറഞ്ഞു. ഇയാളൊക്കെ എന്ത് ജഡിയാണ്. ഇപ്പത്തെ ഈ കേസ് നോക്കൂ. ഈ കേസ് കൊടുത്ത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് പ്രാഥമികമായി പ്രൈമ ഫേസി കമന്റ് പറഞ്ഞ് മാറ്റിവെച്ച കേസാത്. ആ ജഡ്ജിയെ മാറ്റി എന്ത് ചെയ്തു? ഒരു എന്താ പറയാ BJP-ക്കാർ കൊണ്ടുവന്നൊരു ജഡ്ജി. ആ ജഡ്ജി എന്ത് ചെയ്യുന്നത് 2 കൊല്ലത്തേക്ക്. ഞാൻ അങ്ങേക്ക് സമയം തരാം. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. എന്ത് തോന്നിയ ദിവസം പറഞ്ഞാൽ സമ്മതിക്കില്ല. പാകിസ്ഥാനിലെ കോടതി പോട് കേട്ടോ. ഇന്ത്യയിലെ കോടതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലെ കോടതി പോട് കേട്ടോ. അതാണ് നല്ലത്. ഇന്ത്യൻ കോടതികളെ പറ്റി തമ്മാടിത്തം പറയേണ്ട വേദിയല്ലത്. ന്യൂസ് 18 വരെ നാളെ ഉത്തരം പറയേണ്ടി വരും കോടതി ലക്ഷ്യത്തിൽ. എന്ത് തോന്നിയ ദിവസം പറയരുത്. നിങ്ങൾക്ക് എത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലെ കോടതി പോട്, അല്ലെ ചൈനയിലെ കോടതി പോട്, അല്ലെ അമേരിക്കയിലെ കോടതി പോട്. നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ അല്ലല്ല, ഇത് നിങ്ങൾ അനാവശ്യം പറയുന്നത്. ഇന്ത്യൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കോടതിയെ നമുക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല എന്ന് പറയാൻ നമുക്കാകുമോ? ജുഡീഷ്യറി അല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സംവിധാനം. അതിനെ നമുക്ക് അവിശ്വസിക്കാൻ അല്ല, അയാള് പ്രായമുള്ള ഒരാളായതുകൊണ്ടാ ഈ തമ്മാടിത്തമുള്ള വാക്കുണ്ടല്ലോ. അത് നിങ്ങൾ അത്തരം ചർച്ചകളിലേക്കല്ല ഞാൻ ചോദിക്കുന്നത്. പിന്നല്ലേ പേടിയൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റി തമ്മാടിത്തം പറയരുത്. എനിക്ക് നിങ്ങളെക്കാളും ഒച്ച വെക്കാൻ അറിയാം. പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. ഞാൻ തെമ്മാടിത്തൊക്കെ ഒരു മിനിറ്റ് അങ്ങാരി വാക്കൊക്കെ സംഘികളെ നേരെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നിങ്ങളെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അംഗീകരിക്കേണ്ട സ്ഥാപനം തന്നെയാണ്. എല്ലാ അതിർത്തിയും ലംഘിച്ചു കഴിഞ്ഞു, എല്ലാ സീമകളും ലംഘിച്ചു കഴിഞ്ഞു. അല്ല, ശ്രീപത്മനാഭൻ ഒരു നിമിഷം ഞാൻ അങ്ങേക്ക് അവസരം തരാം. അങ്ങേക്ക് പറയാനുള്ളതിനെല്ലാം അവസരം തരാം. ഒരു നിമിഷം എനിക്ക് ഇദ്ദേഹം അത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ അങ്ങയിലേക്ക് വരാം. ആവശ്യം പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ലല്ലോ, പോകല്ലേ, നിക്ക് ഒരു മിനിറ്റ്. പിന്നെ അയാളോട് നിർത്താൻ പറയും. കോടതികളെ പറ്റി സംസാരിക്കട്ടെ. ഞങ്ങൾ അല്ലല്ല, പോകല്ലേ ഒരു മിനിറ്റ്. അല്ല, നമ്മള് ഒരു ചർച്ച എന്നത് ഒരു സംവാദം എന്ന നിലയിൽ നമുക്ക് കാര്യങ്ങളിൽ ഒരു മിനിറ്റ് ഇത് എന്ത് ചർച്ചയാണ്? അല്ല, ഒരു മിനിറ്റ് ഇതൊക്കെ വളരെ മോശമല്ലേ? ഒരു മിനിറ്റ് നിൽക്കും. അല്ല, ശ്രീപത്മനാഭൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു മിനിറ്റ് അദ്ദേഹത്തിന് പറഞ്ഞു പൂർത്തിയാക്കാൻ അവസരം കൊടുത്തിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. അല്ല, ഞാൻ പറയാം. ഇന്നെങ്ങനെയാണ് ഏത് കോപ്പിൽ വർക്കുന്നവരാണ്? അല്ല, ഈ ചന്തയിലെ മരുന്ന് വിൽപ്പനക്കാരെ പോലെ എന്ത് ശ്രീപത്മനാഭൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരും. ഷാഫി ചാലിയം, നമുക്ക് ഈ ചർച്ചയിലേക്ക് നീങ്ങാം. നിങ്ങൾ മാത്രം വലിയ ആള്. നിങ്ങൾ എന്ത് പറഞ്ഞാലും പാകിസ്ഥാൻ പോകും പറയാൻ. അല്ലല്ല, എന്ത് പറഞ്ഞാലും പാകിസ്ഥാന് പോകും. ഞങ്ങൾ പാകിസ്ഥാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ കഴിയണം. എന്തുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ മാറ്റിവെച്ച കോടതി നിങ്ങൾ അനാവശ്യമാ പറഞ്ഞത്. ജുഡീഷ്യറി അയാൾക്ക് കൊടുക്കാൻ മുഴുവൻ സമയം നമ്മളെന്തിനും അതിഥികളെ വിളിച്ചു കൊടുത്തിയത്? അല്ല, ശ്രീപത്മനാഭൻ, ഒരു നിമിഷം സമയം തരും. അയാൾ ഇത്ര നേരം അല്ല, ഇത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു മിനിറ്റ് നിങ്ങളെ ന്യൂസ് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളെ പത്രപ്രവർത്തകർക്കും പേടിയാ, നിങ്ങൾക്കും സംഘികളെ പേടിയാ. അല്ലെങ്കിൽ നിങ്ങൾ ഇയാളെ മൈക്ക് ഓഫ് ആക്കേണ്ട സമയം. അനാവശ്യമായി ശല്യമുണ്ടാക്കൽ നിർത്താൻ പറയണം. ശ്രീ ഷാഫി ചാലിയം, ഒരു സെക്കൻഡ്. അപകടകാരന്മാരുണ്ടല്ലോ, അതാണ് താങ്കൾ. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലേ ഈ ചർച്ചയില് എത്ര നേരം ഇയാൾ ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി? ശരി, ഒരു സെക്കൻഡ്. ശ്രീ പത്മനാഭൻ, ഞാൻ അങ്ങേക്ക് സമയം തരാം. ഞാൻ രണ്ട് പേരിലേക്കും മടങ്ങി വരാം. എനിക്ക് സമയം തന്നില്ല. അയാൾ ശല്യപ്പെടുത്താണ്. ആ സംഘി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എല്ലാ അതിഥികളോടും സാമാന്യ മര്യാദ പാലിക്കാൻ അതിലേക്ക് വരാന്നേ. ആ വിഷയം സമയം തരാം. എന്റേത് ഇപ്പൊ അയാൾ ഇടപെടുത്ത് നിർത്തിച്ച
അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നില്ല. കിട്ടിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ അയാൾ സംസാരിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നില്ല. താമസിയാതെ രാഹുലിനെതിരെ വിധി പറഞ്ഞ ജഡ്ജിയുടെ ഭാവി നിങ്ങൾ കണ്ടോളി. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് ഒരു പക്ഷേ ഏത് സ്റ്റേറ്റിൽ ഗവർണറാവും. ജുഡീഷ്യറിയിലെ ആളുകൾ കാട്ടിട്ട് പിടിച്ച് ഇവർ നടത്തുന്ന നാടകങ്ങളുണ്ട്. ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതാണ്, മനസാക്ഷി ബോധമുള്ളതാണ്. വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഉത്തരം പറഞ്ഞ രാഹുൽ ചോദിച്ച ചോദ്യമുണ്ട്. 2000 എവിടുന്നാണ്? 2000 ആ 2000 ചോദിച്ചൊരു മറുപടി യാതൊരു ഉളപ്പം ചേർത്ത സംഖ്യകള് എന്ത് ഇയാള് എന്ത് കോപ്പിൽ പത്മനാഭന ഒരു മനുഷ്യനെ സംസാരിക്കാൻ അങ്ങിലേക്ക് വരാം. ശ്രീ കോടതിയെ ക്രിയാത്മകമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഈ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അല്ല, ആ കോടതി വിധികളെ കൃത്യമായി അതെ ക്രിയാത്മകമായി വിമർശനം ചെയ്യാം. അത് കോടതി എന്തിനും ഏതിനും ഈ പറയുന്ന രീതിയിൽ പാകിസ്ഥാനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ഈ പറയുന്ന പ്രിയ സുഹൃത്ത് ശ്രീ പത്മനാഭന്റെ എന്താണ് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിനോ ഒക്കെ സ്ത്രീധനം കിട്ടുന്നത് പോലെയാണ് പറയുന്നത്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു കോടതി വിധിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ രാജ്യദ്രോഹിയാക്കുന്ന നിലപാട് നിങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന പാർലമെന്റിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്നലെയും അത് നിങ്ങൾ കേട്ടതല്ലേ? അയാൾ മജിസ്ട്രേറ്റിനെ അല്ലല്ല, നിങ്ങൾ എന്തിനാ നുണ പറയുന്നത്? അയാൾ മജിസ്ട്രേറ്റിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. കേട്ടതല്ലേ? നിങ്ങൾ കേട്ടതല്ലേ? അൻവർ ഷാ നിങ്ങൾ ദേശീയ പാർട്ടിയുടെ വക്താവായിട്ടായിരിക്കുന്നത്. അയാൾ കോടതിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. ഇത് ഈ മൈസൂർ ഇത് എന്ത് ജഡ്ജാണ്? അത് പറയാൻ പാടില്ല. ഞാനൊന്ന് പറയട്ടെ. ശരി. ശ്രീ പത്മനാഭൻ, ഈ രണ്ടു പേർ ഷാഫി ചാലിയവും അതുപോലെ അൻവർ ഷായും ഉയർത്തിയ ഒരു വിഷയം നമ്മൾ കാണാതെ പോകരുത്. അത് അവർ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. അവർ പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ നിലപാടുകൾ മാറ്റുന്നു എന്നതാണ്. അത് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നതാണ്. അത്തരം സാഹചര്യങ്ങൾ ഒരു രാഷ്ട്രീയ ഐക്യത്തിന് ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ പ്രേരിപ്പിക്കുന്നു എന്നാണ്. കോടതിയെ സമീപിക്കുകയാണ്, പക്ഷേ അവർ പിന്നെയും തങ്ങൾക്കെതിരെ EDയെയും അതുപോലെ കേന്ദ്ര ഏജൻസികളെയും പ്രയോജനപ്പെടുത്തി തങ്ങൾക്കെതിരെ രാഷ്ട്രീയമായ ഒറ്റപ്പെടുത്തലുകളും വേട്ടയാടലുകളും നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യം ഒരു പുതിയ രാഷ്ട്രീയ ചേരിക്ക് രൂപം നൽകാനുള്ള, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ കരുത്തുറ്റൊരു പ്രതിപക്ഷ നിരക്ക് രൂപം നൽകാനുള്ള ഒരു സംവിധാനമായി മാറും എന്നാണ് അവർ പറയുന്നത്. എന്താണ് അത് അപ്പോൾ അങ്ങ് പറയുന്നത് അത് വന്നാൽ തന്നെ അതിൽ യാതൊരു കാര്യവും ഉണ്ടാകില്ല, അത് പൂർണ്ണമായും പരാജയപ്പെടുമെന്നാണ്. അത്രയ്ക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി പറയേണ്ട ഒരു വിഷയമാണോ അത്? അല്ല, കോടതിയെ ആരെ സമീപിക്കുന്നതെന്നും ഞങ്ങൾ എതിരല്ല. നിങ്ങൾ കോടതിയെ സമീപിച്ചോ, ആർക്കാ വിരോധം? ഞങ്ങൾക്ക് വക്കീൽമാരുണ്ട്, ഞങ്ങൾ ഹാജരായിക്കോളാം. കേസ് നടത്താനൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതിലും വലിയ കേസ് നടത്തിയല്ല ഞങ്ങൾ. കേസ് നടത്തി കോടതി തോറ്റു കഴിഞ്ഞാൽ ജഡ്ജിന്റെ തന്തയ്ക്ക് പറയരുത്, അത് മര്യാദയല്ല. തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കുറ്റം പറയരുത്, അത് മര്യാദയല്ല. ഇന്ത്യൻ പട്ടാളത്തെ വിശ്വാസമല്ല അധിക്ഷേപിക്കുക, പട്ടാളത്തോട് തെളിവ് ചോദിക്കുക. ഇന്ത്യൻ കോടതികളെ വിശ്വാസമല്ല. എന്താ പറഞ്ഞത്? പശുവിനെ കടത്തിയതിന് ജീവപര്യന്തം കൊടുത്തു, ജഡ്ജ്മെന്റിൽ മൂത്രത്തിനെ പറ്റി ചാണകത്തിനെ പറ്റി എഴുതി. ഇയാൾ എവിടത്തെ ജഡ്ജാണ്? എന്ത് വർത്താനത്? എവിടത്തെ വർത്താനത്? ഇത്രയ്ക്ക് പുച്ഛവും പരിഹാസമാണ് ഇന്ത്യൻ കോടതികളെങ്കിൽ അങ്ങോട്ട് പോണ്ടാന്ന് മുസ്ലിം ലീഗുകാർ കോടതി പോണ്ടാന്ന്. ഇന്ത്യൻ കോടതിയിൽ നിങ്ങൾക്ക് അത്രയും പുച്ഛവും പരിഹാസമാണെങ്കിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന്. ഇലക്ഷനിൽ മത്സരിക്കും, തോറ്റാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയും. വോട്ടൽ മെഷീൻ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇടതുപക്ഷം 2 പ്രാവശ്യം അടുപ്പിച്ച് ജയിക്കുന്നു. ഞങ്ങൾ പറഞ്ഞോ ഈ തെരഞ്ഞെടുപ്പ് ഈ ഞങ്ങൾ പറഞ്ഞോ ഈ പിണറായി വിജയൻ ജയിച്ചത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് മെഷീനെ തകരാറുണ്ടാകുന്നത്? ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ജയിച്ചു. ഞങ്ങൾ പറഞ്ഞോ മമതാ ബാനർജി ഞങ്ങളും തമ്മിൽ ക്ലോസ് ഫൈറ്റ് നടന്നു. ഞങ്ങൾക്ക് 75 സീറ്റ്, അവർക്ക് 100 സീറ്റ്. ഞങ്ങൾ പറഞ്ഞോ
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 18, അവർക്ക് 20, കോൺഗ്രസിന് 2, ഞങ്ങൾക്ക് 4 സീറ്റ് കുറവാ. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് 20, 21 സീറ്റ് കിട്ടുന്ന 3-4 സീറ്റ് കുറഞ്ഞു. ഞങ്ങൾ പറഞ്ഞോ വോട്ടിംഗ് മെഷീന്റെ തകരാറാണ്. തെരഞ്ഞെടുപ്പ് തോറ്റ വോട്ടിംഗ് മെഷീന് കുറ്റം, കേസ് തോറ്റ ജഡ്ജിന്റെ തന്തയ്ക്ക് പറയുക. ഇതൊന്നല്ല മര്യാദ. നിങ്ങൾ സഖ്യം ഉണ്ടാക്കിക്കോന്ന്. ഞങ്ങളുടെ അഭിപ്രായം എന്താ അറിയോ? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സഖ്യം ഉണ്ടാക്കണം. അതായത് കന്യാകുമാരിയിൽ സഖ്യം വേണം, തിരുവനന്തപുരത്തും സഖ്യം വേണം, കോഴിക്കോടും സഖ്യം വേണം, തൃശ്ശൂരും സഖ്യം വേണം, മംഗലാപുരത്തും സഖ്യം വേണം, കാശ്മീർ വരെ സഖ്യം വേണം, ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ പ്രതിപക്ഷ മഹാസഖ്യം ഉണ്ടാവട്ടെ എന്ന്. ആരാ എതിര് പറയുന്നത്? BJPക്ക് എന്താന്ന്? നിങ്ങൾ സഖ്യം ഉണ്ടാക്കി മത്സരിച്ചോളൂ, ഞങ്ങൾ ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള കാര്യപരിപാടികൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ആരാണെന്നും എന്താ ഉദ്ദേശമെന്നും വഴിയെ മനസ്സിലാക്കി തരാം. അവരുടെ ആക്ഷേപം അതിന് നിങ്ങൾ കുറുക്കു വഴി ഉപയോഗിക്കുന്നു എന്നാണ്. കേന്ദ്ര ഏജൻസികളെ വീഡിയോ ഉപയോഗിക്കുന്നു. 95% കേസുകളും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. അല്ല, കർണാടകയിൽ BJPയുടെ MLA വീട്ടിൽ നിന്ന് പൈസ പിടിച്ചില്ലേ? എന്താ അങ്ങനെ പറയുന്നത്? ഈ ED ആദ്യം പിടിച്ചത് ഒരു BJP MLA, ഇതല്ല വേറൊരു മധ്യപ്രദേശിലെ BJP MLA. 95% 5% പിടിക്കുന്നുണ്ട്. 95% അഴിമതിക്കാര് പ്രതിപക്ഷത്താണ്. 95% അഴിമതിക്കാര് പ്രതിപക്ഷത്താണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനെ പിടിക്കുന്നില്ല എന്നല്ലേ UDFന്റെ പരാതി? എന്താ കേരളത്തിലെ UDFന്റെ പരാതി? BJPയും CPM തമ്മിൽ സഖ്യമാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒത്തുകളിയാണ്. അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി പിണറായി വിജയനെയും മകനെയും പിന്നെന്താ ഭാര്യനെയും ഒന്നും അറസ്റ്റ് ചെയ്യാത്തത്. അതല്ലേ ഇവിടുത്തെ പരാതി. അല്ല, ഞാൻ ശ്രീ പത്മനാഭൻ, ഞാനൊരു കാര്യം അങ്ങയോട് വ്യക്തിപരമായി ചോദിക്കട്ടെ. കുറെ കൂടി പ്രതിപക്ഷ കക്ഷികൾക്ക് പരമായി പ്രവർത്തിക്കാനുള്ളൊരു അവകാശം നമ്മുടെ രാജ്യത്ത് വേണമെന്ന് അങ്ങ് വ്യക്തിപരമായെങ്കിലും കരുതുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിൽ 1975-ലും 76-ലും ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ അവകാശം എന്താ പറയാ സ്വാതന്ത്ര്യം ഇന്നുണ്ട്. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ അവകാശവും അധികാരവും ഒന്നുണ്ട്. കാരണം എന്താ? ഇന്ന് മാധ്യമ സ്ക്രൂട്ടിനി ഉണ്ട്, മുക്കിന് ചാനലാ, മുക്കിന് CCTV-യാ, വിവരാവകാശ നിയമമുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. കോടതിയിൽ ആരെങ്കിലും ഒരു വെള്ളക്കടലാസിൽ ഒരു പരാതി എത്തിക്കൊടുത്താൽ കോടതികൾ ഇന്ന് ഫയലിൽ സ്വീകരിക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് കോടതിയുടെ അധികാരം വരെ വെട്ടിച്ചുരുക്കി. 3 സുപ്രീം കോടതി ജഡ്ജിമാര് രാജിവെച്ചു പോയി, ഇല്ലേ? ഉണ്ടായിട്ടോ? ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ? ജസ്റ്റിസ് ശേലത്ത്, ജസ്റ്റിസ് ഹെഗ്ഡെ, ജസ്റ്റിസ് ഗ്രോവർ 3 പേര് രാജിവെച്ചു പോയി. ഇപ്പോഴത്തെ DY ചന്ദ്രചൂഡിന്റെ പിതാവ് വൈവി ചന്ദ്രചൂഡിന് 7 വർഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാനുള്ള അവസരം കിട്ടിയത് അങ്ങനെയാ. അപ്പൊ ഇതൊക്കെ നടന്നത് ഇവിടെ ഉണ്ട്. ആ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇന്ത്യ ഈസ് ഇന്ദിര ഈസ് ഇന്ത്യ, അല്ലേ? ഇതൊന്നും മാർക്സിസ്റ്റുകാർ മറക്കണ്ട. നിങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടതാ. പിണറായി വിജയന് കണക്കിന് കിട്ടിയതാന്ന്. തിരിച്ചു വരാം. ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. Yeah.